Hi, I am Sifna, a second year agriculture student at College of Agriculture, വെള്ളായണി. സ്ഥിരം കാണുന്നവരിത് കേട്ട് മടുത്തിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നാലും ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതൊരു ഗവൺമെൻറ് കോളേജാണ്. അപ്പോൾ നിങ്ങൾ വേറെ വല്ല കോളേജിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ അതിലുള്ള എസ്തെറ്റിക്സ് ഒന്നും ഈ വീഡിയോക്ക് ഉണ്ടാവില്ല. പിന്നെ ഇല്ലാത്തൊരു സാധനം എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്യാൻ എനിക്കൊട്ട് താല്പര്യമില്ല. ഇനി നാളെ നിങ്ങളെങ്ങാനും ഈ കോളേജിൽ കയറിയിട്ട് നിങ്ങൾ വീഡിയോ കാണിച്ചത് ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്നൊക്കെ ചോദിച്ചാൽ അത് പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ടാവില്ലേ. അതുകൊണ്ട് നമ്മൾ റോ ആയിട്ട് എങ്ങനെയാണോ ഞങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് മൺഡേയിലെ ഷെഡ്യൂളാണ്. ഇന്ന് ഞങ്ങൾക്ക് രാവിലെ തന്നെ ജെനറ്റിക്സിൻ്റെ പ്രാക്ടിക്കലാണ് ഉണ്ടായിരുന്നത്. പ്രാക്ടിക്കൽ ക്ലാസ്സിന് നമ്മൾ റൈസിൻ്റെ ഡിസെക്ഷൻ ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്. ജെനറ്റിക്സ് പ്രാക്ടിക്കൽ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാ പ്രാക്ടിക്കൽ ക്ലാസ്സിനും നമുക്കൊരു ചെറിയ ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റിൻ്റെ മാർക്ക് വെച്ചിട്ടാണ് നമുക്ക് മാർക്ക് ഇടുന്നത്. അപ്പോൾ കോളേജിൽ വന്നാലും ക്ലാസ് ടെസ്റ്റും അസൈൻമെൻറ്റും ഒക്കെ ഉണ്ടാവും. ഇതാണ് ഞങ്ങളുടെ ജെനറ്റിക്സിൻ്റെ റെക്കോർഡ്. അപ്പോൾ ഇത് ഞങ്ങൾ മിസ്സിൻ്റെ ടേബിളിൽ സബ്മിറ്റ് ചെയ്ത്, അപ്പോൾ പ്രാക്ടിക്കൽ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിയറി ക്ലാസ്സിലോട്ടാണ് പോകുന്നത്. ഈ ബിൽഡിങ്ങിലാണ് നമ്മുടെ തിയറി ക്ലാസ്സസ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ക്ലാസ് റൂം. ഇത് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് പീരീഡ് സ്റ്റാറ്റായിരുന്നു, അതിനുശേഷം അഗ്രോണമിയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്കായി. 12:30 നമ്മുടെ ലഞ്ച് ബ്രേക്ക്. പിന്നെ നമ്മുടെ മെസ്സിൽ ഫോൺ അലൗഡ് അല്ല. അപ്പോൾ കാസർഗോഡ് കോളേജിലെ പോലെ അത്ര നല്ല ഫുഡൊന്നും അല്ല നമുക്ക് കിട്ടുന്നത്. എന്നാലും കുഴപ്പമില്ല, സാധാ കോളേജിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല ഫുഡ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ നമുക്ക് ഇൻമേറ്റ്സ് കൂടുതലാണ്. അപ്പോൾ എന്നും അടിപൊളി ഫുഡൊന്നും നമുക്ക് തരാൻ പറ്റത്തില്ല. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് 2 ക്ലാസ്സാണ് ഉണ്ടായിരുന്നത്. എക്കണോമിക്സ് ക്ലാസ്സും അതുപോലെ ഹോർട്ടിക്കൾച്ചറിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ്സുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ വീഡിയോ എടുക്കാൻ കാരണം വേറൊരു സംഭവമാണ്. ഇന്ന് ഞങ്ങളുടെ ഡിപ്ലോമ 24 ബാച്ചിലെ ഡിപ്ലോമ കുട്ടികൾ ഇറങ്ങുന്ന ദിവസമാണ്. അതായത് അവർ 2 വർഷം ഈ കോളേജിൽ പഠിച്ച് അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇന്നാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അവർക്കൊരു ഫെയർവെൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ പരിപാടി 24 ബാച്ചിൽ എല്ലാവരും കൂടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആർട്സിനായാലും സ്പോർട്സിനായാലും 24 ബാച്ച് എല്ലാം ഒരുമിച്ചാണ്. നമുക്ക് അങ്ങനെ അഗ്രി ഡിപ്ലോമ അങ്ങനെ ഒരു വേർതിരിവില്ല. അപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു, അവരുടെ എക്സ്പീരിയൻസുകളൊക്കെ സംസാരിച്ചു, പാട്ടൊക്കെ പാടി, ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് തന്നെ ഫെയർവെൽ കംപ്ലീറ്റ് ചെയ്ത്. ഇപ്പോൾ ഡിപ്ലോമ ഇൻ ഹോർട്ടിക്കൾച്ചർ ആൻഡ് ഡിപ്ലോമ ഇൻ വെറ്ററിനറി ഒക്കെ കൊടുക്കാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ അതതിൻ്റെ സൈറ്റിൽ കയറിയിട്ട് കൊടുക്കുക. അതുപോലെ BSc അഗ്രികൾച്ചർ കോഴ്സ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. മാർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണാൻ ശ്രമിക്കണേ. അതല്ലാതെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോ ആണ് വേണ്ടത് എന്നുള്ളത് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നാലും എനിക്ക് അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും.